എന്നോട് കുറേ ദിവസങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട് ടീച്ചേഴ്സിന് പറ്റുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് ക്ലാസ് റൂമിൽ പറയാനൊക്കെ പറ്റുന്ന കുറച്ച് സെന്റൻസുകൾ തരുമോ എന്നുള്ളത്. ഇന്ന് നമുക്ക് കുറച്ച് ഫ്രേസസ് നോക്കാം. എന്താണ് ഫ്രേസസ്? ഫ്രേസസ് എന്താണെന്ന് ഞാൻ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞ് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പഠിക്കുക കേട്ടോ. അപ്പോൾ ടീച്ചേഴ്സൊക്കെ എപ്പോഴും പറയും ലിസൺ എന്ന് പറയും, ശ്രദ്ധിക്കുക എന്ന അർത്ഥത്തിലാണ് അവർക്ക് പറയുന്നത്. അതിപ്പോൾ എല്ലാ സ്റ്റുഡൻസും കേട്ട് മടുക്കും. അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾക്ക് പറയാം പേ അറ്റൻഷൻ, പേ അറ്റൻഷൻ, അല്ലെങ്കിൽ നമുക്ക് ലിസൺ എന്ന് പറയാം. ഇനി പ്ലീസ് കീപ് സൈലൻസ്, മിണ്ടാതിരിക്കുക. ഓപ്പൺ യുവർ ബുക്സ്, ബുക്കുകൾ തുറക്ക്. എങ്ങനെ പറയാ? ഓപ്പൺ യുവർ ബുക്സ്. ലുക്ക് അറ്റ് ദ ബോർഡ്, ബോർഡിൽ നോക്ക്. ചില ടീച്ചേഴ്സ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ലുക്ക് ഓൺ ദ ബോർഡ്. അല്ലല്ലോ, എന്തുകൊണ്ടാണ് നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നത്? ബോഡിയിലേക്ക്, കൃത്യമായ ഒരു സ്ഥലത്തേക്ക് നോക്കാനാണ് പറയുന്നത്. സോ ലുക്ക് അറ്റ് ദ ബോർഡ്. അപ്പോൾ അറ്റ് എന്ത് പ്രിപ്പോസിഷൻ എന്തിനാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഡിഡ് യു കംപ്ലീറ്റ് ഹോംവർക്ക്? നീ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തോ? ഡിഡ് യു കംപ്ലീറ്റ് ഹോംവർക്ക്? കംപ്ലീറ്റ് ചെയ്തോ? ദിസ് ഈസ് യുവർ ഹോംവർക്ക് ഫോർ ടുഡേ. ഇന്നത്തേക്കുള്ള നിങ്ങളുടെ ഹോംവർക്ക് ഇതാണ്. ദിസ് ഈസ് യുവർ ഹോംവർക്ക് ഫോർ ടുഡേ. ഫോർ ടുഡേ, ഇന്നത്തേക്കുള്ള നിങ്ങളുടെ ഹോംവർക്ക് ഇതാണ്. ദിസ് ഈസ് യുവർ ഹോംവർക്ക് ഫോർ ടുഡേ. സ്റ്റാൻഡ് ഇൻ എ ലൈൻ, ലൈനിൽ നിൽക്കുക. ടീച്ചേഴ്സൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സ്റ്റാൻഡ് ഇൻ എ ലൈൻ. റൈറ്റ് ദിസ് ഓൺ ദ ബോർഡ്. റൈറ്റ് ദിസ് അറ്റ് ദ ബോർഡിലല്ല, ബോർഡിൽ എഴുതാനാണ് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ എഴുതുമ്പോൾ ബോർഡിന്റെ മുകളിൽ എഴുതുക. റൈറ്റ് ദിസ് ഓൺ ദ ബോർഡ്. ലുക്ക് അറ്റ് ദ ബോർഡ്, പ്രിപ്പോസിഷൻ മാറിപ്പോകരുത്. ക്ലോസ് യുവർ നോട്ട് ബുക്സ്, ബുക്സ് അടച്ചു വെക്ക്. ക്ലോസ് യുവർ നോട്ട് ബുക്സ്. അപ്പൊ എൻ്റെ ഒപ്പം ഒന്നും കൂടെ നിങ്ങൾ പറയൂ. പേ അറ്റൻഷൻ, പ്ലീസ് കീപ് സൈലൻസ്, ഓപ്പൺ യുവർ ബുക്സ്, ലുക്ക് അറ്റ് ദ ബോർഡ്, ഡിഡ് യു കംപ്ലീറ്റ് ഹോംവർക്ക്, ദിസ് ഈസ് യുവർ ഹോംവർക്ക് ഫോർ ടുഡേ, സ്റ്റാൻഡ് ഇൻ എ ലൈൻ, റൈറ്റ് ദിസ് ഓൺ ദ ബോർഡ്, ക്ലോസ് യുവർ ബുക്സ്. ഡിഡ് എവരി വൺ അണ്ടർസ്റ്റാൻഡ്? എല്ലാവർക്കും മനസ്സിലായോ എന്ന് ചോദിക്കും. അപ്പോൾ കൂടുതൽ ടീച്ചേഴ്സും ചോദിച്ച് ഞാൻ കേട്ടേക്കുന്ന ഡിഡ് എവരി വൺ അണ്ടർസ്റ്റുഡ് എന്ന് ചോദിക്കും. അണ്ടർസ്റ്റുഡ് അല്ല, കാര്യം എന്താണ്? ഡിഡ് നമ്മൾ ഉപയോഗിച്ചു. ഡിഡ് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ വേർബ് V1 ആണ്. ഡിഡ് എവരി വൺ അണ്ടർസ്റ്റാൻഡ്? വെൽ ഡൺ. കുട്ടികളൊക്കെ നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പറയാം ടൈം ഈസ് അപ്പ്, സമയം കഴിഞ്ഞു. ടൈം ഈസ് അപ്പ്, ടൈം കഴിഞ്ഞു. ഷോ യുവർ ബുക്ക്, ബുക്ക് കാണിക്ക്. ഷോ യുവർ ബുക്ക്. യു മസ്റ്റ് സ്റ്റഡി ദിസ് ആൻഡ് കം ടുമാറോ. ടീച്ചേഴ്സ് യൂഷ്വലി പറയും യു ഷുഡ് സ്റ്റഡി. ഷുഡും മസ്റ്റും തമ്മിലൊരു വ്യത്യാസം പറഞ്ഞു തന്നിട്ടുണ്ടാണ്. മസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ അതൊരു നിർബന്ധമായി തന്നെയല്ലേ പറയുക. അപ്പോൾ അവിടെ മസ്റ്റാണ് വേണ്ടത്. യു മസ്റ്റ് സ്റ്റഡി ദീസ്, പഠിക്കണം ഇത്, ആൻഡ് കം ടുമാറോ, എന്നിട്ടേ നാളെ വരാൻ പാടുള്ളൂ. ഇത് പഠിച്ചിട്ടേ നാളെ വരണം. യു മസ്റ്റ് സ്റ്റഡി ദീസ് ആൻഡ് കം ടുമോറോ. ഹു വിൽ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ? ആരാണ് ഈ ക്വസ്റ്റ്യന് ഉത്തരം പറയുക? ഹു വിൽ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ? ഹു വിൽ, കുട്ടികളോട് ചോദിച്ചതിന് ശേഷം നമ്മൾ ചോദിക്കുകയാണ് ഹു വിൽ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. എൻ്റെ ബോർഡ് കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പ്ലീസ് സ്പീക്ക് എ ബിറ്റ് ലൗഡർ. ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയല്ലായിരിക്കും. പ്ലീസ് സ്പീക്ക് എ ബിറ്റ് ലൗഡർ. കുറച്ച് ഉറക്കെ പറയും. പ്ലീസ് സ്പീക്ക് എ ബിറ്റ് ലൗഡർ. അപ്പോൾ ഇതൊക്കെ എപ്പോഴും ടീച്ചേഴ്സ് പറയണതാണ്. കുട്ടികൾ പതുക്കെ പറയുന്ന കുട്ടികളോട് എങ്ങനെ പറയണം? എ ബിറ്റ് ലൗഡർ, കുറച്ച് ഉറക്കെ പറയൂ. ഡു യു നോ ദ ആൻസർ? ഉത്തരം അറിയാവോ നിനക്ക്? ഡു യു നോ ദ ആൻസർ? കേട്ടല്ലോ. ഇനി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് സെന്റൻസുകൾ തരാം. ടീച്ചർ അറിയില്ല. ടീച്ചർ മേ ഐ ഗോ ഔട്ട്സൈഡ്? ഞാൻ പുറത്ത് പോയിക്കോട്ടെ. ടീച്ചർ മേ ഐ ഗോ ഔട്ട്സൈഡ്. മേ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ പൊളൈറ്റ് ആയിട്ട് ചോദിക്കുകയാണ്. ഇനി ഇവിടെ ടീച്ചർ എന്ന് തന്നെ ചേർക്കുക. ടീച്ചർ ഐ നീഡ് ടു സേ സംതിങ്. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ടീച്ചർ എന്ന് ചേർത്തിട്ടാണെങ്കിൽ ഐ നീഡ് ടു സേ സംതിങ്, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. മേ ഐ റീഡ് ദിസ്? ഞാനിത് വായിച്ചോട്ടെ. മേ ഐ റീഡ് ദിസ്? ഞാനിത് വായിച്ചോട്ടെ. മേ ഐ ഗോ ടു ദ വാഷ്റൂം? വാഷ്റൂമിൽ പോയിക്കോട്ടെ. ഐ ഹാവ് എ ഡൗട്ട്? എനിക്കൊരു സംശയമുണ്ട്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്? എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് അനുവാദം ചോദിക്കണമെങ്കിലും എങ്ങനെ ചോദിച്ചാൽ മതി?
മേ ഐ റീഡ് ദിസ്, ഞാൻ വായിച്ചോട്ടെ. മേ ഐ ഗോ ടു ദ വാഷ്റൂമിൽ പൊക്കോട്ടെ. മേ ഐ ഗോ ഔട്ട്സൈഡ്, പുറത്തു പൊക്കോട്ടെ. അപ്പോൾ ഈ മേ എന്ന വാക്ക് സ്റ്റുഡൻസിന് വളരെയധികം പ്രധാനപ്പെട്ടതാണ് ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ വേണ്ടി. ടീച്ചേഴ്സിനോട് നമുക്ക് ബഹുമാനത്തോടെ വേണ്ടി സംസാരിക്കാം. അപ്പോൾ മേ എന്ന വാക്ക് വളരെയധികം പ്രയോജനകരമായ വാക്കാണ്, മറന്നു പോകരുത്. അപ്പോൾ ടീച്ചേഴ്സായിട്ടുള്ള നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ ക്ലാസ് റൂമിൽ വരുത്തുന്ന തെറ്റുകൾ എന്തൊക്കെയാണ് എന്ന്. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സിന് റെക്കോർഡഡ് ക്ലാസ്സുകൾ തരുന്നതാണ്. കാരണം ടീച്ചേഴ്സിന് ടൈമില്ല. ഒരു 20 ഡേയ്സ് എൻ്റെ എഡിറ്റൊന്നും ചെയ്യാത്ത ലൈവ് വീഡിയോ ഓർഡറിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ അത് കേൾക്കുക, സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പഠിക്കുക. ആഫ്റ്റർ ദാറ്റ് നിങ്ങളുടെ ടൈം അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ സ്പീക്കിംഗ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെക്കോർഡഡ് ക്ലാസ് ആവശ്യമുള്ള ടീച്ചേഴ്സോ അല്ലെങ്കിൽ സ്റ്റുഡൻസോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. നമ്പർ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അടുത്ത ദിവസം വീണ്ടും കാണാം.